ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റായ ഉണക്കമാന്തൽ ചമ്മന്തിയാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരും, അത്രയ്ക്ക് രുചിയാണ് ഈ മാന്തൽ ചമ്മന്തിക്ക്. ഇനി വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മതി നമുക്ക് ചോറ് മുഴുവൻ ഉണ്ണാനായിട്ട്. എന്നാൽ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മാന്തൽ നമുക്ക് നന്നായിട്ട് മുളകൊക്കെ പുരട്ടി നമുക്ക് വറുത്തെടുക്കാം. ചമ്മന്തിക്കായതുകൊണ്ട് ഉണക്കമാന്തൽ അധികം നേരം വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം അതിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. മാന്തൽ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരാം. ഉള്ളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സവാള കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുളക് ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 4 കാന്താരി മുളകും, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, പിന്നെ ഒരു പിടി തേങ്ങ, പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മാന്തൾ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പിട്ട് നമുക്ക് മിക്സി ജാറിൽ ഒന്ന് ഒതുക്കി കൊണ്ടുവരാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഉണക്കമാന്തൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരും വരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.